ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാം. നമുക്കിന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്താലോ? ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഡിന്നറിനും കൊള്ളാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കൊള്ളാം. സോ എന്തുവാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ? കുറച്ച് എണ്ണ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കടുക്, പിന്നെ കുറച്ച് ജീരകം, അതിനുശേഷം കുറച്ച് പീനട്ട് കപ്പലണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കും. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. കുറച്ചിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഇളക്കി കൊടുക്കും. ചെറുതായിട്ട് അരഞ്ഞിരിക്കുന്നതുകൊണ്ട് അത്ര സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടും. പെട്ടെന്ന് ഇതൊന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടി അതിലോട്ട് കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതാകട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള സ്റ്റെപ്പിലോട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് സല്യൂട്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് അത് ഇതായിട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, പച്ചമുളക് 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര എരിവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം മതിയാവും. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കളർ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്താണ് മെയിൻ സ്റ്റെപ്പ്. ഇത് അവിൽ. നോർത്ത് സൈഡിലൊക്കെ ഇതിനെ പോഹയെന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ അവിലെന്ന് പറയും. ഈ അവിലിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കൂത്തെടുക്കണം.
നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കൂത്ത് വെച്ചിരിക്കുന്ന അവിൽ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചുള്ള അളവ് അനുസരിച്ച് ഇതിലോട്ട് പോഹ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 2 പേർക്കുള്ള ഇതായിട്ടോ ജസ്റ്റ് 2 കപ്പ് പോഹ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാല എല്ലാം കൂടെ യോജിച്ച് വരുന്ന രീതിയിലൊക്കെ. ഇത് നല്ല ഹെൽത്തിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാവുന്നതാണ്, നമുക്ക് ഡിന്നറിനും ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന, ജോലിക്ക് പോയിട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് അത്യാവശ്യത്തിന് കുറച്ച് സമയം മതി, 5 മിനിറ്റ് കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഇതിരുന്ന് ഒന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ഇപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണവും ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് അങ്ങോട്ട് സെർവിങ് ബോളിലോട്ട് മാറ്റാം. അങ്ങനെ ഇവിടെ പോഹ റെസിപ്പി ആയിട്ടുണ്ട്. ഇത് തന്നെ അവിൽ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാനും പറ്റും. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും കൊടുത്തു വിടാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്യൂട്ടബിളായിട്ട് एकदम ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിലോട്ട് കുറച്ച് പോംഗ്രാനൈറ്റ് സീഡ്സും പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇതാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട്.